വില്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 22 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച മുയ്യോട്ട് താഴെ അംഗൻവാടി കെട്ടിടോദ്ഘാടനവും ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള രേഖ കൈമാറ്റ ചടങ്ങും നടന്നു. ചടങ്ങ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉൾപ്പെടെ നൽകി അങ്കണവാടികളിൽ മികച്ച സാഹചര്യമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുയ്യോട്ട് താഴെ കാർത്തിക അങ്കണവാടി കെട്ടിടോദ്ഘാടനവും ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള രേഖ കൈമാറ്റവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടുകൾ സാധ്യമാക്കി. ഭൂമിയുള്ളവർക്ക് വീടെന്നതിനു പുറമെ ഭൂരഹിത ഭവനരഹിതർക്ക് വീട് എന്ന ഉത്തരവാദിത്തവും സർക്കാർ നടപ്പിലാക്കിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ LDF സർക്കാർ അംഗൻവാടി കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യമെടുത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കുന്നതാണ് അതിലൊന്ന്, ഒരു പ്രധാനപ്പെട്ട പരിപാടി. ഇപ്പോൾ ബിരിയാണി അടക്കം കുട്ടികൾക്ക് നൽകുവാൻ കഴിയുന്ന തരത്തിൽ മെനുവിൽ മാറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് പാട്ടും കളിയും കുറച്ച് പഠനവും ഒക്കെ അംഗൻവാടികളിൽ നല്ല നിലയിൽ നടക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനനുസൃതമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പുതിയ ജീവിതം സാധ്യമായത്. ലൈഫ് പദ്ധതിയുടെ പ്രധാന ഘട്ടം എന്നുള്ളത് ഭൂമിയുള്ളവർക്ക് വീട് എന്നതായി. അതിനൊപ്പം തന്നെ ഭൂരഹിത ഭവനരഹിതർക്ക് വീട് എന്ന ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. അതിന് ഭൂമി കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി പല ഗ്രാമപഞ്ചായത്തുകളിലും മാറിക്കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് ഈ പദ്ധതിയിൽ ജനകീയ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചു. വീട് നിർമ്മിക്കുന്നതിന് ഭൂമി ലൈഫ് പദ്ധതിയിലേക്ക് കൈമാറുന്ന മനസ്സിനോടിത്തിരി മണ്ണ് എന്ന പദ്ധതിക്ക് നമ്മൾ ഇതിന്റെ ഭാഗമായി തുടക്കമിട്ടു. ആ പദ്ധതി നല്ല നിലയിൽ ജനകീയ പിന്തുണയുള്ള പദ്ധതിയായി മാറി. ഇവിടെ കിഴൽ സ്വദേശി ശ്രീ പ്രഭാകരൻ മാസ്റ്ററും കുടുംബവും 15 സെന്റ് സ്ഥലം ലൈഫ് പദ്ധതിക്കായി കൈമാറാൻ സന്നദ്ധമായിരിക്കുകയാണ്. അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്കണവാടി കെട്ടിടത്തിനായി സ്ഥലം കൈമാറിയവരെയും മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിൽ ഭൂമി വിട്ട് നൽകിയവരെയും മന്ത്രി ആദരിച്ചു. ചടങ്ങിൽ കുറ്റ്യാടി MLA KP കുഞ്ഞമ്മത്തുകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സതീഷ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീന, വില്യപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK ബിജുള, വൈസ് പ്രസിഡന്റ് പൂളക്കണ്ടി മുരളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KK സിമി, രജിത കോളിയോട്ട്, സുബിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK റഫീഖ്, പഞ്ചായത്ത് അംഗങ്ങളായ MP വിദ്യാധരൻ, പിണറായി പുത്തലത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലേഖ, ICDS സൂപ്പർവൈസർ NK ജെന്നി, അംഗനവാടി അധ്യാപിക ജയശ്രീ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ. ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും. ഈ ഓണമഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളയ്ക്ക് സമാരംഭം. വടകര ഫെസ്റ്റ് 2K25. വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് 2025.